welcome back to MediaOne. എല്ലാവർക്കും MediaOne സോനിഹാൽ സാറാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചില ടിപ്സുമായിട്ടാണ്. ടിപ്സ് എന്താണെന്ന് ചോദിച്ചാലോ, നമ്മൾ ഹ്യൂമാനിറ്റീസിലെ മക്കൾക്ക് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കുറേ ആളുകൾക്ക് വലിയ മാർക്കിൽ കുറവ് കാണുന്നുണ്ട്. എന്നാൽ വലിയ മെജോറിറ്റി ആളുകൾ നന്നായി പഠിച്ച് 99% എബോവ്, നമ്മളെ ബാച്ചിലർ സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ആളുകൾ 90% എബോവ് മാർക്ക് വാങ്ങിയാണ്. പക്ഷേ എന്നാലും ഹ്യൂമാനിറ്റീസ് പോലെ സബ്ജക്റ്റിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ മാർക്ക് കുറഞ്ഞു വരുന്ന ടെൻഡൻസി കാണുന്നുണ്ട്. ചില ആളുകൾ തോൽക്കുന്ന ടെൻഡൻസിയിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഒരു സംവിധാനത്തെ ക്ലിയർ ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്ട് എങ്ങനെ അടിപൊളിയായി പഠിക്കാം, ഇത് കൊമേഴ്സുകാർക്ക് ഇത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ ഇത് എങ്ങനെ അടിപൊളിയായിട്ട് നോക്കാനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാം. അതിന് ചില ടിപ്സ്, ഒരു 10 ടിപ്സ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ആ 10 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്താലോ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലോ ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല എഫക്റ്റീവായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, അല്ലെങ്കിൽ എക്സാമിന് പാസ്സായ അല്ലെങ്കിൽ എക്സാമിന് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു 10 കിടിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. നിങ്ങൾ എന്തൊരു കാര്യം പഠിക്കാൻ പോകുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ടോപ്പിക്സ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യാനുണ്ട്, ഇത് എത്ര സമയത്ത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ല, നമ്മളൊരു പുതിയൊരു കുളം കാണുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുന്നതിന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാക്കും, നീന്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുള്ള ഒരു കുളം കണ്ടാൽ നമ്മൾ സ്വാഭാവികം നമ്മൾ ചാടിപ്പോവും. പക്ഷെ അതിൽ ചാടുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ ആഴം അറിഞ്ഞിരിക്കണം. അതിൽ ആരൊക്കെ ഉണ്ട്, വല്ല പാമ്പോ വല്ല തേളോ വല്ല മുതലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന നമുക്കറിയില്ല. അപ്പോൾ ഒരു ഐഡിയ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ഐഡിയ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഫെമിലറൈസ് യുവർ സെൽഫ് വിത്ത് യുവർ സിലബസ് ആൻഡ് ടോപ്പിക് യു നീഡ് ടു കവർ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അത് നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്താലും അതിന് കൃത്യമായ സിലബസ് ഉണ്ട്. നിങ്ങൾ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇനി ബിസിനസ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ഏതിനും കൃത്യമായ സിലബസ് നിങ്ങളുടെ ടീച്ചറെ കയ്യിൽ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ സിലബസ് കൃത്യമായി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. എന്നിട്ട് എനിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന ധാരണ ഉണ്ടാക്കിയെടുക്കാനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ബുക്ക് എടുക്കുക എന്തെങ്കിലും പഠിക്കല്ല, എന്താ എനിക്ക് പഠിക്കാനുള്ളത്, ആ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, റീഡ് വൈഡ്ലി. വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ചിടത്തോളം വായനയാണ് നിങ്ങളുടെ ബേസ് ആയി. കാരണം നിങ്ങൾ ആർട്സ് സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്നത് ഒരുപാട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോഗ്രഫി ആയാലും അതേപോലെ തന്നെ പൊളിറ്റിക്സ് ആയാലും ഹിസ്റ്ററി ആയി കഴിഞ്ഞാലും സൈക്കോളജി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും പൊളിറ്റിക്കൽ തിയറി ആണെങ്കിലും ഒക്കെ ഒരുപാട് നിങ്ങൾ വായിക്കുകയാണ്. നിങ്ങളുടെ ബുക്കിന്റെ പ്രത്യേകത ഇഷ്ടം പോലെ വളരെ കണ്ടന്റ് വൈസ് ആയിട്ടുള്ള ബുക്കുകളാണ്, ടെക്സ്റ്റ് ബുക്കുകളാണ് വായിക്കുക. തിയറിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുന്നത്. വായന വലിയ ഇമ്പോർട്ടൻറ്റ്, വലിയ ഇമ്പാക്ട് നിങ്ങളുടെ സ്റ്റഡീസിൽ ഉണ്ടാക്കുന്നത് ഒരു സംശയം. ഞാൻ എപ്പോഴും നമ്മുടെ ലൈവ് കഴിയുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ബാച്ചിലർ ലൈവ് കഴിയുമ്പോൾ ഒക്കെ എപ്പോഴും പറയാം, മക്കളെ ഈ ഒരു ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണേ. കാരണം വായനയിൽ നമ്മളെ ക്ലാസ് കേൾക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് കേട്ടതിന് ശേഷം ആ ഒരു വായന കൂടി വരുമ്പോഴാണ് അത് ശരിക്കും ഒരു 100% എത്തുന്നത്. അതുകൊണ്ട് നന്നായി വായിക്കുക. ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഓഫൺ ഇൻവോൾവ് എക്സ്റ്റെൻസീവ് റീഡിംഗ്. അതേപോലെ തന്നെയാണ് റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് ത്രൂ ഔട്ട് ആൻഡ് supplement your knowledge with additional reference the material, articles and books. It will help you develop a broad understanding of subject and provide a different perspective. അതായത് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, അതോടൊപ്പം തന്നെ അതർ എക്സ്ട്രാ മെറ്റീരിയൽസ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഗൈഡ് പോലത്തെ ബുക്കുകൾ, അതേപോലെ ഇന്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോഗുകൾ, PDF ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പെർട്ടിക്കുലർ കണ്ടന്റുമായിട്ടൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നന്നായി എന്ത് ചെയ്യുക, വായിക്കുക. വായന എത്രത്തോളം നിങ്ങൾ കൂട്ടുന്നു അതനുസരിച്ച് നിങ്ങളുടെ കണ്ടന്റ് നോളജും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മൂന്നാമത് നോക്കാം, ടേക്ക് എ കോംപ്രഹെൻസീവ് നോട്ട്. ഇത് വളരെ രസകരമായ ഒരു സാധനം, ഒരു കോംപ്രഹെൻസീവ് നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളുടെ പേരെന്തായിരുന്നു, യെസ്, സുഹറ എന്ന അവളെ പേര്. നന്നായിട്ട് അടിപൊളിയായിട്ട് നോട്ട് എഴുതുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. നോട്ട് എഴുതാന്ന് പറഞ്ഞാൽ ആ നോട്ട് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊള്ളുന്ന ചിത്രം വരച്ചു വെച്ചാണോ ചോദിക്കും. ആ രീതിയിലാണ് അവരുടെ നോട്ട് ഉണ്ടാവും. നോക്ക് നിങ്ങൾ, ഇതൊരു കോംപ്രഹെൻസീവ് നോട്ടിന്റെ ഒരു എക്സാമ്പിളാണ്. എന്താ കൊടുത്തത്, കൃത്യമായ രീതിയിൽ അല്ലേ, വൈൽ സ്റ്റഡിങ് ടേക്ക് ഡീറ്റെയിൽ നോട്ട് ഓൺ സമ്മറൈസ് യുവർ കീ പോയിന്റ് ആൻഡ് കൺസെപ്റ്റ്, ഓർഗനൈസ് യുവർ നോട്ട്സ് ഇൻ എ വേ ദാറ്റ് ഈസി ടു റിവ്യൂ ലേറ്റർ, ഹൈലൈറ്റ് ഇമ്പോർട്ടൻസ്, ഡേറ്റ്സ്, നെയിം, ഇവന്റ്, തിയറീസ്, ക്യൂക്ക് റെഫറൻസ് അല്ലേ. ഒരു നോട്ട് എഴുതുമ്പോൾ അടിപൊളിയായിട്ട് അതിന്റെ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ടുണ്ട്, അതിന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്യേണ്ട കാര്യം പ്രത്യേകം ഒരു കോളത്തിൽ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിലതിന്റെ കളർ മാറ്റിയിട്ടുണ്ട്, ചിലത് യെല്ലോ കളറിൽ, ചിലത് ഗ്രീൻ കളറിൽ, അത് അങ്ങനെ പല രീതിയിൽ നോട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതി അല്ലേ. ആ രീതിയിൽ നിങ്ങളൊരു കോംപ്രഹെൻസീവ് നോട്ട് നിങ്ങൾ തയ്യാറാക്കാം. ടീച്ചേഴ്സ് നോട്ട് ഭയങ്കര ക്വിക്ക്ലി ചില പറഞ്ഞു പോകും, അതപ്പോൾ എഴുതിയെടുക്കാം. എന്നിട്ട് നിങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം അത് വൃത്തിയിൽ നിങ്ങൾക്ക് വേണ്ട ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത രീതിയിലൊക്കെ എഴുതി വെച്ചാൽ ഒരു ദിവസം, ഇനി പിന്നേ ദിവസം എക്സാമിന്റെ സമയത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുറക്കുന്ന സമയത്ത് എളുപ്പത്തിൽ എത്താൻ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ മൈൻഡിലേക്ക്. അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില ബോയ്സിനൊക്കെ ഇത് വളരെ മടിയുള്ള കാര്യമായിരിക്കും, ഈ രീതിയിൽ നോട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ആ മടിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു എഫക്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.
അടുത്താണ് എൻഗേജ് ഇൻ ആക്റ്റീവ് ലേണിംഗ്. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് തിയറി പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ബുക്കിൽ വായനയിൽ മാത്രം ഒതുക്കാതെ നമ്മുടെ ലേണിംഗ് എന്തായിരിക്കണം, എസ്പെഷ്യലി കുറച്ചും കൂടി എൻഗേജ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്കങ്ങനെ കുറേ കൺസെപ്റ്റ് പഠിക്കാൻ പോകുമ്പോൾ ചില പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, പൊളിറ്റിക്കൽ സയൻസിലെ വിഷയം എടുക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും നമ്മുടെ അവകാശങ്ങൾ കൃത്യമായ രീതിയിൽ നൽകുന്നുണ്ടോ എന്നൊരു ടോപ്പിക് നമുക്കൊരു ഡിബേറ്റ് വെക്കാം. ഒരു ആക്റ്റീവ് ലേണിംഗ് അല്ലെ, ഡിബേറ്റ് അല്ലെ. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിബേറ്റിന് മുന്നേ ആക്റ്റീവായിട്ട് ലൈക്ക് അതിനെ പറ്റിയുള്ള നോട്ട്സ് ഉണ്ടാക്കാം, വെറൈറ്റി ആയിട്ടുള്ള ഫ്ലാഷ് കാർഡ് സമ്മറൈസ് ചെയ്യാം, അതേപോലെ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്തിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എൻഗേജ് ലേണിംഗ് ഈസ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അടുത്ത് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ. യെസ്, ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസുകാർ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. എന്താ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സാധനമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പല സംവിധാനം നമ്മൾ വളരെ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൃത്യമായി അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നമുക്ക് വേണ്ട കൃത്യമായ രീതിയിലുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ വെക്കുക. അതിന് ഒരു ഡിബേറ്റ് വെച്ച് എങ്ങനെ ഉണ്ടായിരിക്കും, അതിൻ്റെ ഫോറും എഗെയിൻസ്റ്റും എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ കൃത്യമായ ഒരു ഐഡിയ എന്താണോ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്നതിനുള്ള കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടാൻ പോവുക അല്ലെ. അതുകൊണ്ട് അത്തരം രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. നോക്കി, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് റിക്വയർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ്. എന്തൊക്കെയാണ്? പ്രാക്ടീസ് അനാലിസിസ് ആൻഡ് ഇവാലുവേറ്റ് ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ്, പെർസ്പെക്റ്റീവ് ആൻഡ് തിയറീസ് അല്ലെ. പല ആളുകളുടെ അഭിപ്രായങ്ങൾ, പല പെർസ്പെക്റ്റീവ്, പല തിയറീസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാനും അതനുസരിച്ച് നമ്മളൊരു ആക്ടിവിറ്റീസ് ലൈക്ക് എന്തൊക്കെയാണ്, എൻഗേജ് ഇൻ ഡിസ്കഷൻ, ഡിബേറ്റ്സ്, സ്റ്റഡി ഗ്രൂപ്പ്, എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഗെയിൻ ന്യൂ ഇൻസൈറ്റ്. ഈ രീതിയിൽ ഒരു ഡിബേറ്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കും, പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് ടീച്ചറുമായി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചറോട് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത് ഇനി ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് റൈറ്റ് പ്രാക്ടീസ് എസ്സേസ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സാമിന് എഴുതാനുണ്ടാവും. എസ്സേ ഒക്കെ ആണെങ്കിൽ കുറേ ഒരു പേജോ 1.5 പേജോ ഒക്കെ എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് 8 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനം. ഒരുപാട് എഴുതാനുണ്ട്, ഒരുപാട് കാര്യം അതിൽ എഴുതാനുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 14 മുതലുള്ള കാര്യം അങ്ങനെ എഴുതാനുണ്ട്. ഏകദേശം 35 വരെയുള്ള ആർട്ടിക്കിൾസിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കൃത്യമായി എഴുതി പഠിക്കുക. കുറേ കാര്യങ്ങൾ തിയറീസ് ഒക്കെ എഴുതി പഠിക്കാൻ, സോഷ്യോളജിയിൽ ഒരുപാട് തിയറീസ് എഴുതി പഠിക്കാനുണ്ട് അല്ലേ. തിയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് നിങ്ങൾ സോഷ്യോളജിയിലൊക്കെ ഒരുപാട്. അതൊക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി എക്സാം വരുന്ന സമയത്ത് എളുപ്പത്തിൽ അത്തരം കാര്യങ്ങൾ വളരെ വിത്തിൻ ദ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് തന്നെ റിവ്യൂ ആൻഡ് റിവൈസ് ചെയ്യുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഡെയിലി റിവ്യൂ ചെയ്യണം, റിവൈസ് ചെയ്യണം. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ റിവ്യൂ ചെയ്യുക. ഇന്ന് ഞാൻ ആ ഭാഗം വായിച്ചിട്ടുണ്ട്, ഇന്ന് ക്ലാസ്സിൽ ആ ടീച്ചർ എടുത്തു, ആ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം റിവ്യൂ ചെയ്യുക. ആൻഡ് റിവൈസ്, അതായത് ഇന്ന് ചിലപ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക്സിന്റെ ഒരു ചാപ്റ്റർ പകുതി ആയിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അതിന്റെ പകുതി ആയിരിക്കും ഇന്നലെ ഒരു പകുതി എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന് അതിന്റെ ബാക്കി എടുത്തു. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കി എടുത്ത നോട്ട്സും കാര്യങ്ങളും വായിക്കുന്നതിനൊപ്പം തന്നെ ഇന്നലെ എടുത്ത ഭാഗം കൂടി നിങ്ങൾ ഒരു തവണ കൂടി എന്ത് ചെയ്യണം, ആ ഫ്ലോയിൽ വായിച്ചു പോകണം. അത് നമ്മൾ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അന്ന് എടുക്കുന്നത് പഠിക്കുന്നു, ഇന്നലെ എടുത്ത് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. അതോടുകൂടി ആ ചാപ്റ്റർ മുഴുവൻ എടുത്ത് കഴിയുന്നതോടുകൂടി നമ്മൾ ആ ചാപ്റ്റർ നമ്മൾ തയ്യാറാക്കി മാറ്റും. ആ രീതിയിൽ റിവ്യൂ ചെയ്യുക, അതോടൊപ്പം ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്ത വൺ, സീക്ക് ക്ലാരിഫിക്കേഷൻ. എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനം അല്ലെ. നമ്മുടെ റോക്കി ബായിന്റെ ഫിലിമിലല്ലേ, ആര് കൊല്ലുന്ന അറിയുമ്പോൾ കൈ പൊന്തിക്കും പോലെ ആർക്കൊക്കെ എന്തൊക്കെ ഡൗട്ട്, എപ്പോഴാണ് നിങ്ങൾക്ക് സംശയം വരുന്നത്, ഡൗട്ട് വരുന്നത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് മാം ഐ ഹാവ് എ ഡൗട്ട്. ആ രീതിയിൽ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നല്ലൊരു വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ് സംശയങ്ങൾ. എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവണം. സംശയം എപ്പോഴാണ് ഉണ്ടാവുക, നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി ഡീപ്പായി ആ കണ്ടന്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരാം. നമ്മൾ ആലോചിക്കും അതിങ്ങനെ ആയിരുന്നെങ്കിൽ, അതെന്ത് എങ്ങനെ ആവാത്തത്, അങ്ങനെ പല സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും. ആ സംശയങ്ങൾ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ക്ലാസ് ടീച്ചറോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഒരു സംശയം വെച്ചിട്ട് ഒരു ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പാടില്ല. സംശയങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അടുത്താണ് പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ്. കൃത്യമായ രീതിയിൽ പഠിക്കേണ്ട സമയം നിങ്ങൾ മാനേജ് ചെയ്യണം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ലൈക്ക് നമ്മൾ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കും, എപ്പോഴും ഒരു 100% എനർജിയിൽ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കും അല്ലേ. അത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയാം. ഓക്കെ, ഒരു അരമണിക്കൂർ നന്നായി പഠിക്കാം. ഓക്കെ, ഒരു അരമണിക്കൂർ നന്നായി പഠിക്കുന്നു അല്ലെ. 30 മിനിറ്റ്സ് നമ്മൾ നന്നായി പഠിച്ചു. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എന്താ കഴിക്കാൻ പോവേ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള പാരൻസിനെ സംസാരിക്കുക, എന്ന് പുറത്തൊക്കെ വേണമെങ്കിൽ ഓടി ഒന്ന് ചാടിക്ക് ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്ത് വീണ്ടും തിരിച്ചു വരാം. വീണ്ടും അടുത്തൊരു 30 മിനിറ്റ് പഠിക്കാം. 30 മിനിറ്റ് പഠിക്കുന്നു, വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മളൊരു റിലാക്സ് ചെയ്യുന്നു, ഒരു 5 മിനിറ്റ് കറക്റ്റ് ടൈം വെച്ച് പഠിക്കുമ്പോൾ ഗുണം എന്താ? കാരണം നമ്മൾ പഠിക്കാനിരിക്കാൻ 100% എനർജിയിലേക്ക് നമ്മൾ പഠിക്കാനിരിക്കുക. അതൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എനർജി ചിലപ്പോൾ ഒരു 20 ഒരു 30% ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, നമ്മൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കാം. എന്നാൽ ഈ 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ ചാർജ് ചെയ്യപ്പെടുക, നമ്മുടെ ഫോണിന്റെ ചാർജ് 100 ആവുന്ന പോലെ 100 ആവുക. അടുത്ത 5 മിനിറ്റ് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വീണ്ടും നിങ്ങളെ ചാർജ് 100, വീണ്ടും അരമണിക്കൂർ നിങ്ങളെ ചാർജ് വീണ്ടും 5 മണിക്ക് നിങ്ങളെ സ്വയം റീചാർജ് ചെയ്യുക. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പഠിക്കാൻ സാധിക്കും എന്നതിൽ ഒരു സംശയമില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്റ്റഡി മോട്ടിവേറ്റഡ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബേസിക്കലി വേണ്ട കാര്യങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. പല സന്ദർഭങ്ങളിലും നമുക്ക് തന്നെ എന്തുണ്ടോ ചില ഇഷ്യൂസ് തോന്നും. അപ്പം നമ്മൾ തന്നെ സമയം അതങ്ങനെയല്ലടാ, അതങ്ങനെയാണ്, അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, ഇത് വലിയ പ്രശ്നമല്ല, അത് നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുമല്ലോ. ആ രീതിയിൽ ആ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ സ്വയം എന്ത് ചെയ്യണം? യെസ് ഐ ക്യാൻ എന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും അവസാനമായത് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ക്യാൻ ബി ഡിമാൻഡിങ്, സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ വെൽ ബീയിങ്. ടേക്ക് ബ്രീത്ത് and get enough sleep, eat healthy, engage in activities and enjoy, celebrate your accomplishments to maintain the positive mind. നന്നായി ഉറങ്ങുക. ഞാൻ നേരത്തെ നമ്മൾ സ്ഥിരം പറയുന്ന കുറേ കാര്യങ്ങൾ, നന്നായി ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ പോസിറ്റീവ് ചിന്താഗതിയിൽ നിൽക്കുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയെ പറ്റിയുള്ള കുറേ കാര്യം ഹ്യൂമാനിറ്റീസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ബേസിക്കലി യെസ് ഐ ക്യാൻ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക? കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് നോക്കാം, നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.